പിന്നെ നമ്മൾ ഈ ഒരു ഇതാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ വെയിൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. പിന്നെ 2 ഇത് ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇലകൾക്ക് ആരോ ഹെഡാണ് നമ്മൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 2 ടൈപ്പ് നൂലെടുത്തിട്ടുണ്ട്. ഇത് മെറൂണും ഇത് വൈറ്റുമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫ്ലവർ. അത് ഫ്ലവർ ആയിട്ടാണ് വരിക, വെയിൽ സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഒരു കോയിൻ അല്ലെങ്കിൽ ചില റൗണ്ടിൽ എടുത്താണ് റൗണ്ട് വരച്ചിട്ട് ഞാൻ ഒരു 9 കാലയിലും ഇതുപോലെ വരച്ചെടുക്കുക. എന്നാലും നല്ല ഭംഗിയിട്ടുള്ളൂ. ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് 9 കാലിലിട്ടത്. പിന്നെ ഇത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ ഈ വെയിൽ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഈ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതാ ഈ ഒരു ലൈനിൻ്റെ ഇവിടുന്ന് സൂചി കുത്തി പൊക്കുക. എന്നിട്ട് നന്നായിട്ട് വലിക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ ചെന്ന് കുത്തുക. അതിനുശേഷം അടുത്ത ലൈനിൻ്റെ ഇവിടുന്ന് സൂചി കുത്തി പൊക്കുക. നന്നായിട്ട് വലയെടുത്തിട്ടോ സെൻറ്ററിൽ ചെന്ന് കുത്തി താഴ്ത്തുക. ഇനി ഇതുപോലെ ഈ 9 ലൈൻ ഇതുപോലെ ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഓരോ ലൈനിലും കോർത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഈ ഒരു ഭാഗത്തുനിന്നായിട്ട് സെൻറ്ററിന് ഭാഗത്തുനിന്നായിട്ട് കുത്തിപ്പൊക്കുക. അങ്ങനെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്റ്റിച്ച്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിലൂടെ എടുക്കുക. ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ താഴത്തു കൂടെ എടുക്കുക. ഇനി അപ്പോൾ നെക്സ്റ്റത്തെ താഴത്തിലൂടെ എടുക്കുക. മേലെ കൂടെ നൂല് കൊണ്ടുപോവുക. ഇതിൻ്റെ താഴത്തു കൂടെ അടുത്ത ലൈനിൻ്റെ താഴത്തു കൂടെ നൂല് കൊണ്ടുപോവുക. ഇങ്ങനെ ഒന്നിടവിട്ടിങ്ങാണ്ട് ഇങ്ങനെ താഴത്തു കൂടെ ഇങ്ങനെ കോർത്തിട്ട് വരിക. നമ്മൾ ഈ ഓലയൊക്കെ മെടയൂലേ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇതാണെങ്കിൽ താഴത്താണെങ്കിൽ ഇത് മേലെ. ഇനി നെക്സ്റ്റ് ഇതിലൂടെ എടുക്കുക. കോർത്ത് വരിക. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൂടെ എടുത്തില്ല, ഇതിൻ്റെ മുകളിലില്ല, നെക്സ്റ്റിൻ്റെ താഴത്തു കൂടെ എടുത്തു. അതിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ എടുത്തു. പിന്നെ ഇതിൻ്റെ താഴത്തു കൂടെ എടുത്തു. അങ്ങനെ നമുക്കിങ്ങനെ കോർത്ത് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഇതേ ലെവലിൽ ഇങ്ങനെ ഇത് മൊത്തത്തിൽ ഇതുപോലെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിവിടെ കുത്തി താഴ്ത്താട്ടോ. എവിടെയാണ് കഴിഞ്ഞത് അവിടെ കുത്തി താഴ്ത്തുക. പക്ഷെ ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ വീൽ സ്റ്റിച്ച് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇനി 2 ഇലകളും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇലകളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് നൂല് എടുത്തിട്ടുണ്ട്. അത് സൂചിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ് തന്നെയാണ്. നമുക്ക് ആരോഹെഡ് ചെയ്യാം. പിന്നെ നോർമലി 3 ഇങ്ങനെ ലൈൻ വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇലക്കും 1, 2, 3 ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ലൈനിന് കുറച്ച് ഇവിടുന്ന് മറ്റ് ആരോന്നല്ല ഒരു ഇവിടുന്ന് നമ്മൾ സൂചി കുത്തിപ്പൊക്കുക. അതിനുശേഷം നമ്മൾ 2ാമത്തെ ലൈനിൽ സൂചി നമ്മൾ ഇവിടുന്ന് ഇത്ര ഗ്യാപ്പ് കിട്ടൂലേ. പക്ഷേ നമ്മൾ 2ാമത്തെ ലൈനിൽ ഇവിടെ ഏറ്റവും അറ്റത്താണ്. കാരണം ഇങ്ങനെ ഒരു ആരോൻ്റെ ഇങ്ങനെ ചെരിവുണ്ടല്ലോ, അങ്ങനെ വരണം. എന്നിട്ട് ഇവിടെ കുത്തി താഴ്ത്തുക. അങ്ങനെ 2ാമത്തിൽ ഇത് അങ്ങനെ കുത്തി അപ്പോൾ ഒരു ചെരിവ് വന്നു. അങ്ങനെ ഒരു ഇത് ചെരിവ് വരണം. അതിനുശേഷം നമ്മൾ 3ാമത്തിൽ ഇനി അടുത്ത് കുത്തി പൊക്കുക ചെയ്യുക. നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ലൈനിൻ്റെ നമ്മൾ കുത്തി താത്തിയത് അതേ നേർക്ക് ഇതെവിടെയാണോ അപ്പോൾ അതിൻ്റെ നേർക്കായിട്ട് തന്നെയാണ് നമ്മളിത് അടുത്തത് കുത്തി പൊക്കേണ്ടത് കേട്ടോ. 3ാമത്തെ ലൈനിൽ അടുത്ത കുത്തി പൊക്കുക. നമ്മൾ 2ാമത്തിൽ കുത്തി താഴ്ത്തി 3ാമത്തിൽ കുത്തി പൊക്കുക. നമ്മൾ 3ാമത്തെ ലൈനിൽ കുത്തിപ്പൊക്കി. നേരെ നമ്മൾ 2ാമത്തെ ലൈനിൽ എവിടെയാണ് നമ്മൾ 2ാമത്തെ ലൈനോട് താത്തിനല്ലോ, അങ്ങനെ തന്നെ ഇതും താത്തി കൊടുക്കുക. അപ്പോൾ കണ്ടൊരു ഹാരോൻ്റെ ഇതുപോലെ അല്ലേ, ഇതിങ്ങനെ ആരായിട്ട് വരും. അപ്പോൾ നമ്മൾ പേരുപോലെ തന്നെ ആരോഹിട്ട് ഇതുപോലെ വരും. പിന്നെ നെക്സ്റ്റ് പിന്നെയും നമ്മൾ ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. ഗ്യാപ്പ് ഒന്നും വേണ്ട കേട്ടോ. തൊട്ടടുത്ത് തന്നെ നെക്സ്റ്റ് ഈ എവിടെയാണോ ഫസ്റ്റ് നമ്മൾ കുത്തി നൂലെടുത്തത് അതിന് തൊട്ടടുത്ത് തന്നെ വീണ്ടും കുത്തി പൊന്തിക്കുക. പൊന്തിച്ച നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇങ്ങോട്ട് താഴ്ത്തുക. ഇതിൻ്റെ മുകളിലല്ല അതിൻ്റെ അടുത്തായിട്ട് കേട്ടോ. അടുത്തത് 3ാമത്തെ ലൈനിൽ കുത്തി പൊന്തിക്കുക. 2ാമത്തെ ലൈനിക്ക് എവിടെയാണോ ആയത് അടുത്തന്നെ കുത്തി താഴ്ത്തുക. ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇതുവരെ ചെയ്തു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു സൈഡത്തെ എല്ലാം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഈ തലക്കിലെത്തുമ്പോൾ നമ്മൾ വേറെ സ്റ്റിച്ചാണ്. വേറെ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ 3 ലൈൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ലൈന്
രണ്ടാമത്തെ ലെയർക്ക് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് അങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ്ക്ക് എത്തും. നമുക്ക് ഇവിടെ കുറച്ച് ഫില്ലാക്കാണ്ട്. അപ്പോൾ ഇവിടെ ഫില്ലാക്കുമ്പോൾ ഇതിന് ഭംഗിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ സ്റ്റിച്ചാണ് ചെയ്യണത്. ഇതല്ല കേട്ടോ നമ്മൾ അതാണ് ആരോ ഹെഡല്ല, വേറെ സ്റ്റിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് അറിയും. അപ്പോൾ ആ സ്റ്റിച്ച് നമുക്ക് 2 ലൈനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുത്തിപ്പൊക്കും, എന്നിട്ട് ഇവിടെ അവിടെ തന്നെ കുത്തി താഴ്ത്തും. നമ്മൾ ഈ ഒരു ഇലൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ 2 ലൈൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. ഇത് ഈ ഒരു സ്റ്റിച്ച് തന്നെയായിട്ട് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം ഇവിടെയും ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ വേസ്റ്റ് സ്റ്റിച്ചും അതുപോലെ ആരോ ഹെഡും ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് വരുന്ന വ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.